ഇന്ത്യക്ക് പൗരത്വ നിയമത്തിന് താൽക്കാലിക സ്റ്റേ ഇല്ല. ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന ഹർജികളിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. കേരള സർക്കാരും മുസ്ലിം ലീഗും ഉൾപ്പെടെ നൽകിയ ഉപഹർജികളിൽ കേന്ദ്രം 3 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. കേന്ദ്ര സർക്കാരിന്റെ മറുപടി ലഭിച്ച ശേഷം ഏപ്രിൽ 9-ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജികളിൽ വാദം കേൾക്കും. 20 ഹർജിക്കാർ സ്റ്റേ ആവശ്യത്തിനപ്പുറം വ്യത്യസ്തമായ വാദങ്ങൾ കൂടി ഉയർത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഹർജിക്കാരുടെ വാദങ്ങൾ നോഡൽ അഭിഭാഷകൻ 5 പേജിൽ കൂടാത്ത നോട്ടായി ഏപ്രിൽ 2-നകം തയ്യാറാക്കി നൽകും. നോട്ടിന്മേൽ കേന്ദ്ര സർക്കാർ ഏപ്രിൽ 8-നകം മറുപടി നൽകണം. തുടർന്ന് പൗരത്വ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെടുന്ന ഉപഹർജികളിൽ ഏപ്രിൽ 9-ന് സുപ്രീംകോടതി വാദം കേൾക്കും. ഹർജിക്കാരുടെ ആവശ്യം പലതെന്നും എല്ലാ ഉപഹർജികളിലും മറുപടി നൽകാൻ 4 ആഴ്ച സാവകാശം വേണമെന്നും കേന്ദ്രത്തിന്റെ ആവശ്യം. കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം സുപ്രീംകോടതി അതേപടി അംഗീകരിച്ചില്ല. ആരുടെയും പൗരത്വം റദ്ദാക്കാനല്ല നിയമമെന്നായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ വിശദീകരണം. ഇന്ത്യയിലേക്ക് അഭയം തേടി വന്നവർക്ക് പൗരത്വം നൽകാനാണ് നിയമം. ഹർജി നൽകാനുള്ള ആരുടെയും അവകാശം ചോദ്യം ചെയ്യുന്നില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ മറുപടി. പൗരത്വ നിയമം നടപ്പാക്കാൻ 4 വർഷത്തിനു ശേഷം എന്ത് തിടുക്കമെന്നായിരുന്നു ഹർജിക്കാരുടെ അഭിഭാഷകൻ കപിൽ സിബലിന്റെ മറുവാദം. ചട്ടങ്ങൾ നിലവിൽ വന്നത് ഇപ്പോഴാണ്, അതിനാലാണ് സ്റ്റേ ആവശ്യം. കേന്ദ്ര സർക്കാർ ആർക്കെങ്കിലും പൗരത്വം നൽകിയാൽ കോടതിയെ സമീപിക്കുമെന്നും കപിൽ സിബൽ. ആവശ്യമെങ്കിൽ വിഷയം കോടതി മുൻപാകെ ഉന്നയിക്കാൻ സുപ്രീം കോടതി അനുവാദം നൽകി. കേരള സർക്കാരും മുസ്ലിം ലീഗും ഡിവൈഎഫ്ഐയും ഉൾപ്പെടെയുള്ളവർ നൽകിയ ഉപഹർജികളിൽ സുപ്രീം കോടതി ഏപ്രിൽ 9-ന് വിശദമായ വാദം കേൾക്കും. സുപ്രീം കോടതിയുടെ തീരുമാനം ആശ്വാസകരമെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഇന്ന് കോടതിയിൽ ഉണ്ടായത് ഫലത്തിൽ ഒരു വലിയ റിലീഫ് തന്നെയാണ്. കോടതി എന്താണ് ഇന്ന് പറഞ്ഞതെന്നും ഇതുകൊണ്ട് ഉള്ള ഇമ്പാക്ട് എന്താണെന്നും കപിൽ സിബൽ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.